പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നയനെ നന്ദുവിനെ കാണാൻ പോയത് കൊണ്ട് തന്നെ നയനക്കും ആ ഒരു ചിക്കൻ ബോക്സ് പിടിപെടുകയാണ്. ഒട്ടും വയ്യാതെ നയന അവശനിലയിലാവുന്ന സമയത്തിന് അനാമികയും ജലജയും ജാനകിയും ചേർന്ന് നയൻ എങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്ന സമയത്തും നയനക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് ദേവേനി കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ നയനടുത്തേക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ സങ്കടപ്പെട്ട് അനി നയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിന് അനാമികയും ജാനകിയും ചേർന്നിട്ട് അനി ഇങ്ങനെ തടഞ്ഞു വെക്കും. അനി പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ പെങ്കോന്തനായിട്ട് എപ്പോഴും അവളുടെ പുറകെ നടക്കൊന്നും വേണ്ട, നിന്റെ ഭാര്യ അനാമികയുണ്ട് ഇവിടെ, നീ അനാമികയെ കണ്ടാൽ മതി, അവളുടെ അടുത്തേക്ക് ചെന്നാൽ നിനക്കും ആ ഒരു ചിക്കൻ ബോക്സ് പകരും എന്നൊക്കെ പറഞ്ഞ് ജാനകി അനിയെ വിലക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അമ്മ തടഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവൻ എപ്പോഴും അവൾമാരുടെ പുറകെ തന്നെയാണ്, ഇനിയിപ്പോൾ നയനേട്ടത്തിൻ്റെ കയ്യിൽ നിന്നും ചിക്കൻ ബോക്സ് പകർന്നില്ലെങ്കിൽ പോലും ഇവൻ എന്തായാലും ചിക്കൻ ബോക്സ് വരും, ഇവൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെയല്ലേ, നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ നന്ദാവനത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ മിക്കവാറും ഇവൾക്ക് ചിക്കൻ ബോക്സ് വരുമെന്നൊക്കെ പറഞ്ഞ് അനി എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കായിരിക്കട്ടെ അനാമികയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ അനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് അനാമികയിട്ട് അലക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എനിക്ക് ഇത്ര വലിയൊരു അംഗീകാരം അവാർഡൊക്കെ കിട്ടിയത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അനാമികക്ക്. ഇതേ സമയത്ത് തന്നെ ആദർശ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, മുത്തശ്ശ നയനക്ക് കിട്ടിയ ഈ അവാർഡ് ശരിക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളുന്നതൊന്നു തന്നെയാ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ ആദർശേ, നയനമോളുടെ കഴിവ് ലോകം മുഴുവൻ അറിയണം, ഇപ്പം തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നയനമോൾക്ക് ഒരുപാടധികം ഓഫേഴ്സും വരുന്നുണ്ട്, അവരോടൊക്കെ ഞാൻ പറഞ്ഞു അതൊരിക്കലും നടക്കില്ലെന്നോ നയനമോൾ പുറത്താർക്കും ഡിസൈൻ ചെയ്ത് കൊടുക്കില്ലെന്നും, നയനമോളെ കൊത്തിക്കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, എല്ലാവരും നയനമോളുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്, ഇനിയിപ്പോൾ വിഷുവായിട്ട് കച്ചവടം ഇരട്ടിയായിരിക്കും അല്ലേ ആദർശ് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, സ്റ്റാഫുകളെല്ലാം ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഇനിയിപ്പോൾ വിഷു സമയത്ത് കടയുടെ ഷട്ടർ പോലും താഴ്ത്തിയിട്ട് കച്ചവടം നടത്തേണ്ട അവസ്ഥയാണ്, അത്രമാത്രം ഡിമാൻഡാണ് നയന കളക്ഷൻസിന് എന്നൊക്കെ പറയാട്ടോ ആദർശ് നയനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ജലജയ്ക്കും ജാനകിക്കും അനാമികക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം കേട്ട് കലി പൂണ്ട് ഒന്നും വേണ്ടാതെ നിൽക്കാട്ടോ 3 പേരും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട്, മോനെ ആദർശ്, ഇപ്പം നയനമോൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി വേണം ഇനി മുതൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അതേ മുത്തശ്ശ, ഞാനും അത് ചിന്തിച്ചു, ഞാനക്കാര്യം നയനോട് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് ഇപ്പത്തെ കിട്ടുന്ന ശമ്പളം തന്നെ ആവശ്യമില്ലാന്നാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നയന പറഞ്ഞിട്ട്, മുത്തശ്ശ, അല്ലെങ്കിലും എനിക്ക് ഈ പണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന കാര്യം മുത്തശ്ശൻ അറിയുന്നതല്ലേ, ഇപ്പം തന്നെ ആദർശേട്ടൻ നിർബന്ധപ്രകാരം മാത്രമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആദർശേട്ടൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഞാൻ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ അത് തന്നെ വാങ്ങിക്കുന്നതിൽ എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല മുത്തശ്ശ, ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ, അതിനിപ്പോൾ ഞാൻ ഇങ്ങനെ ശമ്പളം വാങ്ങിക്കുന്നത് മുത്തശ്ശ എന്നായിരിക്കൂടെ നയനയുടെ അഭിപ്രായം, എനിക്കിപ്പോൾ തരുന്ന ശമ്പളം തന്നെ വേണ്ടെന്നാണ് ഞാൻ ആദർശേട്ടനോട് പറയാറുള്ളത് എന്നിങ്ങനെ നയന പറയുന്ന സമയത്തിന് ദേവേനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആർക്കാണെങ്കിലും മൂർത്തി ജ്വല്ലറിയിൽ ജോലി ചെയ്ത് പൈസ കൊടുക്കണം, നിനക്കർഹിക്കുന്ന ശമ്പളം എത്രയാണോ അത് ആദർശി തരും, നീ അങ്ങനെ ഔദാര്യത്തിനൊന്നും അവിടെ ജോലി ചെയ്യേണ്ട. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട്, മതി ദേവേനി, നീ ഇനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നയനമോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട, മോളിപ്പോൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമല്ലേ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്തിന് ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശ, ഈ വീട്ടിൽ നയന മാത്രമേ മരുമകളായിട്ടുള്ളൂ, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾക്ക് അതിൻ്റെ പേരിലൊരു അവാർഡ് കിട്ടി, അതിനിപ്പോൾ അവൾ ഇത്രമാത്രം പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ പുകഴ്ത്തൽ കേട്ടാത്തൊന്നും ഇനി എല്ലാ കമ്പനികളും നയനയുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുത്ത് ഇനി ഒരു പക്ഷേ മൂർത്തി ജ്വല്ലറിയെല്ലാം തന്നെ അവളുടെ പേരിൽ അങ്ങ് എഴുതി വെക്കുമെന്നൊക്കെ ചോദിക്കും അനാമിക കളിയാക്കിയിട്ട്. അവൾക്കെല്ലാം കൊടുത്താൽ പിന്നെ ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് അനാമിക ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേ അനാമികയെ, ഞാൻ അവൾക്ക് ജ്വല്ലറി എഴുതി കൊടുക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഈ അനന്തപുരി തറവാട്ടിൽ എത്രമാത്രം സ്വത്തുക്കളുണ്ടോ അതെല്ലാവർക്കും തുല്യമായിട്ട് ഒരുപോലെയുള്ളതാ, നയനക്കോ ആദർശനോ അത് ഇത്തിരി കൂടാനൊന്നും പോകുന്നില്ല, എനിക്കെൻ്റെ അനിയും അനാമികയും എല്ലാവരും ഒരുപോലെ തന്നെയാണെന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ജാനകി പറയുന്നില്ല, പക്ഷേ അതൊന്നും പുറത്തേക്ക് കാണുന്നില്ലല്ലോ അച്ഛാന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട്, ജാനകി, നീയും നിന്റെ മരുമകളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അതേപോലെ എന്നോട് സംസാരിക്കണ്ട, നയനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയൊരു അവാർഡാണ്, അപ്പോൾ അവളെ പ്രശംസിക്കേണ്ട സമയത്ത് എല്ലാവരും ചേർന്നിട്ട് അവളെ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി ഏതായാലും ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ചയൊന്നും വേണ്ട, ദേ ആദർശേ, ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഡിസൈനറെ അവർക്ക് നേരിട്ടൊന്ന് കാണണമെന്ന്, ഏതായാലും മോൾക്കിപ്പോൾ വലിയൊരു അവാർഡൊക്കെ കിട്ടിയല്ലേ, അത് പ്രമാണിച്ച് നമുക്കൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അപ്പോൾ നയന പറഞ്ഞിട്ട്, അയ്യോ മുത്തശ്ശ, അതൊന്നും വേണ്ട, ഫംഗ്ഷൻ ഒന്നും വെക്കണ്ട, അങ്ങനെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തന്നെ മുത്തശ്ശൻ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട മോളെ, എന്തായാലും ഒരു ഫംഗ്ഷൻ നടത്തണം, മോൾക്ക് ഇത്രയും വലിയൊരു അവാർഡൊക്കെ കിട്ടിയതല്ലേ, എല്ലാവരും മോളെ ഒന്ന് കാണട്ടെ, വിഷുവിന് മുൻപേ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം, എന്നിട്ട് വിഷുവിന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻസിനെ പറ്റിയിട്ട് അവർക്കൊരു ഇൻട്രൊഡക്ഷനും കൊടുക്കാം. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ആരും കാണാതെ നയനയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. നയനയും ആരും കാണാതെ ദേവയാനോടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ആ സമയത്തിന് ജലജ ജാനകിയോട് പറയും, ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, ഇനിയിപ്പോൾ ഇതൊരു ഫംഗ്ഷനായി, ഇനി ഇതിൻ്റെ പേരിൽ എല്ലാവരും ചേർന്നിട്ട് ഇവളെ അങ്ങ് കൊമ്പത്ത് കയറ്റി വെക്കും, ഞാനൊന്നുമില്ല ഈ ഫംഗ്ഷന്, എന്തൊക്കെ കാണണം, അവളെ പുകഴ്ത്തുന്നത് കാണാനേ എനിക്ക് ഒട്ടും താല്പര്യം.
ഇത് കേട്ടുകൊണ്ട് തന്നെ ഞാനും ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയട്ടെ അനാമിക. ഇതും കേട്ടുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അതെന്താ എൻ്റെ അമ്മായിമ്മക്കും അനാമികക്കും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? നയനയ്ക്കിപ്പോൾ അർഹതപ്പെട്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും അവളുടെ ജീവിതത്തിൽ അവൾക്കിനി ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കണ്ടു നിൽക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല. അതാദ്യം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്തിന് അനാമിക ചോദിക്കുന്നുണ്ട്, അതെ നിനക്കൊന്നുമല്ലോ ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്, നിന്റെ അനിയത്തിക്കല്ലേ അവാർഡ് കിട്ടിയിട്ടുള്ളൂ, നിന്റെ സംസാരം പ്രവൃത്തിയൊക്കെ കണ്ടാൽ തോന്നുന്നു നിനക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ നവ്യ പറഞ്ഞിട്ട്, അതേടി എനിക്ക് അവാർഡ് കിട്ടിയതുപോലെ തന്നെയാണ് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയത്. അതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും ഇത്തിരി അഹങ്കരിക്കുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ അമ്മായിമ്മ എന്തായാലും ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യും. എൻ്റെ അമ്മായിമ്മ വരുന്നില്ല എങ്കിൽ അവരെ വരുത്താനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടല്ലോ ഈ ഫോണ് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഫോണ് പൊക്കി പിടിക്കുന്ന സമയത്തിന് ജലജ ആകങ്ങനെ പതറി നിന്ന് പോവാൻ. നവ്യെ പേടിച്ച് ജലജ പെട്ടെന്നെ വാക്ക് മാറ്റി സംസാരിക്കാണ്. അതിന് ഞാൻ ഫംഗ്ഷന് വരുന്നില്ല എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഞാൻ ഏതായാലും അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പം നവ്യ പറഞ്ഞിട്ട്, ആ ഫംഗ്ഷന് വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊള്ളും എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്നങ്ങ് പോവും. അപ്പൊ ജാനകി ചോദിക്കുന്നത്, അല്ല ജലജെ, ഇവൾ പലതവണയാണല്ലോ ആ ഫോണിന്റെ പേരും പറഞ്ഞ് നിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. എന്താ അവളുടെ ഫോണിൽ ഇത്രമാത്രമുള്ളത്? നിന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ ജലജ ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അല്ലെങ്കിലും അവളെ ഒന്ന് പേടിക്കുന്നത് നല്ലതാ. അവൾ കാഞ്ഞ വിത്ത, നയനെ പോലെയൊന്നുമല്ല. അവൾ എന്തെങ്കിലും ചെയ്താൽ അതൊന്നും കണ്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ടുവയ്യ. അതുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ ഫംഗ്ഷന് പങ്കെടുക്കാമെന്നൊക്കെ പറയട്ടെ ജലജ. എന്നാൽ ജനിച്ച പോലും കാലുമാറുന്ന സമയത്തിന് അനാമിക തൊട്ടും തന്നെ സഹിക്കുന്നുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ ഫംഗ്ഷൻ നടക്കരുത് എന്നായിരിക്കട്ടെ അനാമിക ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ഫംഗ്ഷൻ മുടക്കണം എന്നൊക്കെ ചിന്തിച്ച് അനാമിക ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ ആ ഫംഗ്ഷൻ താനെ അങ്ങ് മുടങ്ങിപ്പോവും. നയനക്ക് പെട്ടെന്ന് ചിക്കൻ പോക്സ് പിടിപെടുകയാണ്. ഈ വാർത്ത കേൾക്കുന്ന സമയത്തിന് ദേവ്യാനിക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. തൻ്റെ നയനമോൾക്ക് ഇങ്ങനൊരു ചിക്കൻ പോക്സ് അസുഖം വന്നതിൽ നയനക്ക് വയ്യ എന്ന് മനസ്സിലായതോടുകൂടെ തന്നെ കനകദുർഗയും കോന്തിനും ദേവ്യാനിക്ക് വിളിക്കുന്നുണ്ട്. ദേവ്യാനി ചേച്ചി, ഞാൻ നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെയാണെങ്കിൽ നന്ദുവിനും ഇതേ അവസ്ഥ തന്നെയല്ലേ, അതുകൊണ്ട് രണ്ടുപേരെയും ഞാൻ ഇവിടെ ഇട്ട് നോക്കിക്കോളാമെന്ന് പറയും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഞാൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവൾ എവിടെങ്ങാനും സ്ഥിരമായിട്ട് നിന്നാൽ അതൊരിക്കലും ശരിയാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശമൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ഈ അവസ്ഥയിൽ ഇനി ഏതായാലും അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നതൊന്നും ശരിയല്ലല്ലോ. ഇനി നയനമോട്ട് അസുഖമെല്ലാം മാറിയതിനു ശേഷം ഫംഗ്ഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞ് ഫംഗ്ഷന്റെ ഡേറ്റ് അങ്ങ് നീട്ടിവെക്കട്ടെ മുത്തശ്ശൻ. നയനക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ദേവേനി ഭയങ്കര സങ്കടത്തിലായിരിക്കും. നയനയുടെ കൂടെ ഇരുന്ന് കൂടെ തന്നെ നയനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നയന പറഞ്ഞിട്ട്, അയ്യോ അമ്മേ, വേണ്ട അമ്മേ, അമ്മ ഇതൊന്നും ചെയ്തു തരേണ്ട. അമ്മ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ അമ്മക്കും ഈ അസുഖം പകരും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, എനിക്കിതൊന്നും പകരാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം എനിക്കുണ്ടായതാണ്, ഇനിയൊരു പക്ഷേ ഉണ്ടായാൽ തന്നെ ഞാൻ അതങ്ങ് സഹിച്ചേക്കാം. എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിച്ചേക്കാം. പക്ഷേ എൻ്റെ നയനമോൾക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കാണുന്ന സമയത്തിന് എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ സങ്കടത്തോടെ പറയട്ടെ ദേവയാനി. മോളെ, മോൾക്ക് നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചെറുതായിട്ടുള്ളൂ എന്ന് പറയട്ടെ നയന. ഈ പച്ചില വെച്ചിങ്ങനെ വീശിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ആദർശം കൊണ്ടുവന്ന ഈ മരുന്ന് കുടിച്ചാൽ പെട്ടെന്ന് തന്നെ മാറും എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ദേവയാനി. നയനക്കൊട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ അനാമികയും ജലജയും ജാനകിയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നാൽ പോലും അവളുടെ ഈ അവസ്ഥയിൽ പോലും വല്യമ്മ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നായിരിക്കട്ടെ അനാമികയുടെ പരാതി. എന്നിട്ട് ഈ പരാതി അനാമിക ജാനകിയോട് പറയുന്നുണ്ട്. കണ്ടില്ലേ അമ്മേ, അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് അവൾക്ക് വയ്യാതായിട്ട് പോലും വല്യമ്മ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് അവളുടെ അടുത്തിരുന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. എന്താ വല്യമ്മയുടെ ഒരു മാറ്റം, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്തിന് ജാനകി പറഞ്ഞിട്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ മോളെ, എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ. അഹങ്കാരം പിടിച്ച അവളുടെ ആ ഫംഗ്ഷൻ നടക്കരുത് എന്ന് നമ്മൾ ഒത്തിരിയധികം ആഗ്രഹിച്ച സമയത്തിന് ദൈവമായിട്ട് തന്നെ അത് മുടക്കി തന്നു. ഇനി ഏതായാലും അവളുടെ പൊങ്ങച്ചം കണ്ടുകൊണ്ടിരിക്കേണ്ടല്ലോ. ദൈവം ഏതായാലും ഇപ്പം നമ്മുടെ കൂടെയാണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ ജാനകി. ഇതേ സമയത്തായിരിക്കട്ടെ നയനെ കാണാൻ വേണ്ടിയിട്ട് അനിങ്ങനെ നയൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോഴേക്കും ജാനകി പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടാ അനി, നീ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അനി പറഞ്ഞിട്ട്, അമ്മേ ഏട്ടത്തേക്ക് വയ്യാതില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറഞ്ഞിട്ട്, അവൾക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ അവൾ അവിടെ കിടന്നോട്ടെ, നീ ഇനി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിനക്കും ആ അസുഖം പകരുമെന്ന് പറയും. അപ്പോൾ അനി പറഞ്ഞിട്ട്, എന്താ അമ്മ ഇങ്ങനെ, ഏട്ടത്തി വയ്യാതെ കിടക്കല്ലേ, ഏട്ടത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി ഞാൻ കണ്ടു എന്ന് വിചാരിച്ച് ആ അസുഖം എനിക്ക് വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, എടാ അവിടെ നിൽക്കടാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മേ ഇവൻക്ക് എപ്പോഴും ഏട്ടത്തി പുരാണമല്ലേ, അതുകൊണ്ട് തന്നെ ഏട്ടത്തിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അവൻക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അമ്മ ഇപ്പം തടഞ്ഞു നിർത്തിയാൽ പോലും അവൻ എന്തായാലും അവൻ്റെ ഏട്ടത്തിയെ കാണും. അമ്മയുടെ വാക്കിനൊന്നും ഒരു വിലയും അവൻ കൊടുക്കില്ല. അപ്പോൾ അനി പറഞ്ഞിട്ട്, അനാമികെ ഇത് വെറുതെ എരുതിയിൽ എണ്ണൊഴിക്കാനൊന്നും നിൽക്കണ്ട, ഏട്ടത്തിയെ ഞാനൊന്നും മാറി നിന്ന് കണ്ടു എന്ന് വിചാരിച്ച് എനിക്കൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞില്ലേ, നീ നിന്റെ കാര്യം നോക്ക്. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അല്ലെങ്കിലും നിനക്ക് ഈ അസുഖം വരുമെന്ന് ഉറപ്പാണ്, ആ നന്ദുവിനും ഇതേ അസുഖമല്ലേ, നീ എന്തായാലും അവളെ പോയി കണ്ടു കാണുമല്ലോ, അതുകൊണ്ട് ഇനി നിനക്ക് വന്നാൽ തന്നെ അവളിൽ നിന്നായിരിക്കും നിനക്ക് ഈ അസുഖം വരാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന സമയത്തിന് എനിക്കങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് അനാമികയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, നീ അനാമിക, നീ എൻ്റെ കൺമുള്ളിൽ നിന്ന് പോകുന്നുണ്ടോ, നിന്നെ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അതേടാ നിനക്ക് വെറുപ്പായിരിക്കും, ദേ അമ്മേ കേട്ടില്ലേ ഇവൻ പറഞ്ഞത്,
അവൻ എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അമ്മയുടെ മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ദേ അനി, നീ വെറുതെ മോളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞത് മാത്രം നീ അങ്ങ് കേട്ടാ. അങ്ങനെ അനിയോട് ദേഷ്യപ്പെട്ടു കൊടുത്തതിന് ജാനകി അനിയെ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലോ എന്നൊക്കെ ചിന്തിച്ച് അനാമിക ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.